ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. നമ്മളെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. നിങ്ങളെ സപ്പോർട്ട് എന്ന് പറയുമ്പം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം, നമ്മളെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊത്തത്തിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് നമുക്ക് ഒരു 25,000 സബിലേക്കെങ്കിലും എത്തിക്കണം ഒരു ഇതുണ്ട് കേട്ടോ എനിക്ക്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 24 ആയിട്ടുണ്ട്. നമുക്കൊരു 1000 കൂടെ കൂട്ടി ഒരു 25-ലേക്കെങ്കിലും എത്തിക്കണം എന്നുണ്ട്. പിന്നെ അതൊരാഗ്രഹമാണ്. ഇനിയിപ്പം എന്താ പറയുക, ഈ സബ്സ്ക്രൈബേഴ്സ് കൂടിയാലും എത്ര തന്നെ കൂടിയിട്ടും യാതൊരു കാര്യവുമില്ല കേട്ടോ ഈ ഒരു യൂട്യൂബിൽ. അതൊരു സന്തോഷമാണ്. കാരണം അത്രത്തോളം ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. പക്ഷേ സബ്സ്ക്രൈബേഴ്സും വേണം. അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ വ്യൂസിനാണ് കേട്ടോ ഏറ്റവും പ്രധാനം. മോണിറ്റൈസേഷൻ ആയിട്ടുള്ളൊരു ചാനലാണെന്നുണ്ടെങ്കിലും ഇനി അതല്ല എന്നുണ്ടെങ്കിലും മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണെന്നുണ്ടെങ്കിൽ നമ്മളെ വ്യൂസും കാര്യങ്ങളും അനുസരിച്ചാണ് നമുക്ക് വാച്ച് അവർ കയറുക കേട്ടോ. പുതിയ യൂട്യൂബേഴ്സൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഓർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഓരും അത് അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് പറയാണ് കേട്ടോ. ഇപ്പം എൻ്റെ ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. ഒരു കൊല്ലം ചാനൽ തുടങ്ങിയിട്ട് ഒരു കൊല്ലം കൊണ്ട് പിന്നെ വീഡിയോസ് ഇട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ. ഷോർട്ടായിട്ടും ലോങ് ആയിട്ടൊക്കെ മാറി മറച്ചും വിട്ടിട്ട് ഒരു കൊല്ലം കൊണ്ട് ഫസ്റ്റത്തെ ഒരു വരുമാനം ഞാൻ യൂട്യൂബിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ അത് ഒരുപാട് സന്തോഷമുണ്ട്. അപൂർവം കുറേ ആൾക്കാരൊക്കെ പറയുക അത് ഒരു വർഷം കൊണ്ട് തന്നെ ചാനൽ മോണിറ്റൈസേഷനായി ആ ഒരു ഫസ്റ്റത്തെ കൊല്ലത്തിലെങ്കിലും ചെറിയൊരു പൈസയാണെന്നുണ്ടെങ്കിൽ പോലും അത് കിട്ടിയത് തന്നെ മഹാഭാഗ്യം എന്നാണ് കേട്ടോ പറയുന്നത്. കാരണം വർഷങ്ങളോളമായിട്ട് ചാനൽ തുടങ്ങിയിട്ടും എന്താ പറയുക മോണിറ്റൈസേഷൻ ആവാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ചാനലുകാരുണ്ട്. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹം പോലെ എല്ലാം സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ തുടങ്ങിയപ്പോഴാണല്ലോ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത്. ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഇനി എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും വീട്ടിലിരുന്നിട്ടുള്ള എൻ്റെ ഒരു വരുമാന മാർഗം തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ചാനലിനെ കാണുന്നത്. എനിക്കിഷ്ടമുണ്ട്. ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ കുറേ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് കമൻറ്റിലൂടെ എനിക്ക് അങ്ങനെ എന്താ പറയുക അധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് തന്നെയാണ്. കാരണം വീഡിയോസ് അടിപൊളിയാവുന്നുണ്ട്, വീഡിയോസ് നന്നാവുന്നുണ്ട്, ഉയരങ്ങളിൽ എത്തട്ടെ എന്നുള്ള നിങ്ങളുടെ ആ ഒരു കമൻറ്റും പ്രാർത്ഥനയും ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ആ ഒരുപാട് സന്തോഷങ്ങൾക്കിടയിലും ഒരു 10% ചിലപ്പം ചെറിയൊരു നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നെന്ന് വരും. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇത് തന്നെയാണ്, വേറെ എന്തെങ്കിലും ഇട്, അല്ലെങ്കിൽ എന്താ പറയുക വെറൈറ്റി എന്തെങ്കിലും കാണിക്കുക അങ്ങനെ കേട്ടോ. അപ്പം ഞാനിപ്പോഴും പറയുകയാണ് എൻ്റെ ചാനൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്കാരാണ്. നമുക്ക് നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്ക് അറിയും നമ്മൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇപ്പം അങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും ഇതാക്കാലൊന്നും നടക്കൂല കേട്ടോ. കാരണം നമ്മളെന്താണോ, നമ്മളെ വീട് എന്താണോ, ഞങ്ങളെ ലൈഫ് എന്താണോ, ഞങ്ങളെന്താണോ, ഞാൻ എന്താണോ അത് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോസിൽ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ അത് ഇപ്പോൾ എത്രയോ ആൾക്കാരുണ്ട് ഇതേ രീതിയിൽ വീഡിയോസ് ചെയ്തിട്ട് സക്സസ് ആയിട്ട് വരുമാനം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനും സംഭവം അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാനും ഡെയിലി വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് നമുക്ക് 24,000 ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും 24,000 ഉണ്ടല്ലോ നിങ്ങൾക്ക്, അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പൈസ കിട്ടുന്നുണ്ടാവില്ലേ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ ഇല്ല, ചാനൽ തുടങ്ങിയിട്ട് ആകെ ഒറ്റൊരു വട്ടമാണ് കേട്ടോ എനിക്ക് പൈസ കിട്ടിയിട്ടുള്ളത്. ഒറ്റൊരു വട്ടം എന്ന് പറഞ്ഞാൽ ഒരു വട്ടേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇതുവരെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നല്ല വ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡോളർ കയറി വരുള്ളൂ കേട്ടോ. കാരണം മിനിമം $100 ആവാതെ നമുക്ക് ₹1 പോലും ഇതിൽ നിന്ന് കിട്ടൂല. പിന്നെ അത്രത്തോളം വ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് ഇപ്പം ഒരു വീഡിയോ ഞാനിപ്പോൾ ഇരുന്ന ഈ ഒരു വീഡിയോക്ക് തന്നെ എത്രയോ ആയിരങ്ങൾ കണ്ടാൽ മാത്രമാണ് നമുക്കൊരു $1 കിട്ടുക. അതിൻ്റെ ഒരു RPM കാര്യങ്ങളും അനുസരിച്ചിട്ട്
അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. കാരണം എന്താണെന്നറിയോ, ചിലപ്പോൾ ചിലവർക്കെങ്കിലും ഉണ്ടാവും മാസം മാസം പൈസ കിട്ടുന്നത്. എന്നോട് എല്ലാവരും നമ്മൾ അറിയുന്ന ആൾക്കാർ ചോദിക്കലുണ്ട് കേട്ടോ, കമൻറ്റിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ മാസവും പൈസ കിട്ടുന്നുണ്ടോ, അപ്പോൾ ഒരു വട്ടം കിട്ടിയാൽ പിന്നെ തുടർന്നുള്ള മാസങ്ങളിലൊക്കെ കിട്ടൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമുക്ക് മിനിമം $100 ആണ്. അപ്പോൾ മിനിമം $100 ആവുമ്പോൾ നമുക്ക് ക്യാഷ് കയറും, അക്കൗണ്ടിലേക്ക് കയറും. പിന്നെ അടുത്ത $100 ഇനി വ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കയറി കിട്ടും. ഓരോ മാസത്തിലും അല്ലെങ്കിൽ ഈ 2 മാസം കൂടുമ്പോഴേ $100 വെച്ചിട്ട് നമുക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അതേ രീതിയിലൊക്കെ നമുക്ക് കിട്ടും. ഞാനതാണ് നേരത്തെ പറഞ്ഞത്, എനിക്ക് ഇതൊരു വരുമാന മാർഗം തന്നെയാണ്. ഈ ഒരു അടുക്കളയും ഈ ഒരു വീടും ഇതിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഒരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. പുതിയ പുതിയ ചാനൽ തുടങ്ങിയിട്ട് ഇൻ്റെതൊന്നും ആയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഞാനും ഇതേപോലെ വേറെയുള്ള കുറച്ച് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയി ചാനൽ സക്സസ് ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പം ഓരിങ്ങനെ പറയുമ്പോൾ ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കും ഒരു സമയം വരും, എന്നെങ്കിലും നമ്മളൊന്ന് സക്സസ് ആവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ സമയം ഉണ്ടല്ലോ, ആ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാം എന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ കൂട്ടത്തിൽ വീഡിയോ എവിടേക്കോ എത്തിയിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പം എനിക്ക് തന്നെ ഓർമ്മ കിട്ടുന്നില്ല എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ കഴിഞ്ഞു പോയി എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഓർമ്മ വെച്ചിട്ട് അങ്ങോട്ട് പറയാം. ഫസ്റ്റ് തന്നെ ഞാൻ തീയൊക്കെ കത്തിച്ചിട്ട് ആദ്യം ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റാനാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. തിളപ്പിച്ച് ഊറ്റാൻ വെക്കുന്ന പറഞ്ഞാൽ ഞാനിപ്പോൾ റേഷൻ അരി കൊണ്ടല്ല ചോറ് വെക്കുന്നത്. റേഷൻ അരി ഇല്ലായിട്ടോ വെക്കായിട്ടോ അല്ല, നിച്ചുമോക്ക് സ്കൂളിലേക്ക് കൊടുത്ത് വിടലും ഇക്കാക്ക് രാവിലെ കുളിക്കാനുള്ള വെള്ളം വെക്കലും. അപ്പം എല്ലാം കൂടെ നടക്കാത്തതുകൊണ്ട് നല്ല വേവുള്ള അരിയാണ് കേട്ടോ. വേണമെങ്കിൽ അരി ഇട്ടിട്ട് നമുക്ക് ടൗണിൽ വരെ പോയിട്ട് വരാം, എന്നാലും ഒന്നും പറ്റൂല, അത്ര വേവുള്ള അരിയാണ്. അപ്പം ആ ഒരു അങ്ങനെ ചോറ് വെക്കുന്നത് കൊണ്ട് നിച്ചുവിന് പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അത് തിളപ്പിച്ച് ഊറ്റിയാൽ നല്ല ചോറാണ് കേട്ടോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം ഫസ്റ്റ് മൊത്തത്തിൽ ആ ബാക്കിയുള്ള ചോറ് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്കാക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ചായക്ക് കടി ഉണ്ടാക്കിയത് പൂരിയാണ് കേട്ടോ. പൂരിയും അതേപോലെ തക്കാളി ഉള്ളി വാട്ടിയതാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. മുട്ട റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചപ്പം മുട്ട നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കടയിൽ പോവാൻ ഞാൻ മടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് അങ്ങനെ അങ്ങോട്ട് മതി എന്ന് വിചാരിച്ചു. പിന്നെ നിച്ചുക്ക് സ്കൂളിലേക്കും ടിഫിൽ ആ ഒരു തക്കാളി ഉള്ളി വാട്ടിയത്, ആ ഒരു ഉള്ളിപ്പേരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അധികം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും എനിക്ക് ഉമ്മ അധികം ഈ ഒരു സാധനമാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഉണ്ടാക്കി തരിക. കുറേ ആൾക്കാർ ടിഫിൻ ബോക്സിൽ ചിലപ്പം ഇത് തന്നെ ആയിരിക്കും ഉണ്ടായിരുന്നിരിക്കുക അല്ലേ. അപ്പം എനിക്ക് നാസിമോനിക്കും എനിക്കും ഉച്ചക്കത്തേക്കും കൂടെ അത് മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കണക്കാക്കിയിട്ട് ഉച്ചക്കേക്കും രാത്രിക്കേക്ക് വേറെ എന്തെങ്കിലും കറി വെക്കാം, അപ്പം ഇതങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് കണക്കാക്കിയിട്ടാണ് കേട്ടോ കുറച്ചധികം ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ആക്കിയെടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ചപ്പുണ്ടായിന് കേട്ടോ, ചപ്പുപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതാണോ അതിൻ്റെ മുന്നത്തെയാണോ അറിയില്ല, എന്താണ് ചപ്പുപ്പേരി പറയുന്നത്. ഇനിയിപ്പം മുരിങ്ങയാണെന്നുണ്ടെങ്കിൽ മുരിങ്ങൻ്റെ ഇല എന്ന് പറഞ്ഞൂടെ, അല്ലെങ്കിൽ ചീരയാണെന്നുണ്ടെങ്കിൽ ചീര. അപ്പം ഇത് ചീരയാണ് കേട്ടോ, ചീര ഉപ്പേരിയാണ്. ചീരൻ്റെ ഇല ഉണ്ടായിരുന്നു, അപ്പോൾ അത് അരിഞ്ഞാൽ നമ്മൾ സാധാരണ പറഞ്ഞ് ശീലിച്ചിട്ടാണ് കേട്ടോ. പറയുമ്പോൾ അങ്ങനെ ചീര ഉണ്ടായിരുന്നു എന്ന് പറയും, എന്നാലും ആ ഒരു ചപ്പുപ്പേരി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് ആ ഒരു രീതിയിൽ പറഞ്ഞ് ശീലിക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് വന്നു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചീര ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളി വാടുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ഇന്ന് എന്താണെന്നറിയില്ല തേങ്ങ പച്ചമുളകൊക്കെ ഒതുക്കി ഇട്ടിട്ട് വെക്കാനാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോക്ക് കൊണ്ടുപോകാൻ ഉപ്പേരിയും അതുപോലെ ഉള്ളി വാട്ടിയതും കൂടെ ആക്കി കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ഒക്കെ ആയിട്ട് ടിഫിനിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു മദ്രസൊക്കെ വിട്ട് വന്ന് എല്ലാവർക്കും ഉള്ള ചായ ഒക്കെ കൊടുത്തു. അപ്പോൾ നിച്ചുമോളും ഇക്കയും നാഫിമോനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാനും നാസിമോനും ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു. പിന്നെ ഞാൻ വേഗം ഒന്ന് അകം അടിച്ച് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അകം അടിച്ചു വരാനൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അകം അടിച്ചു വരാൻ ഇറങ്ങി ആ ഒരു പടിമേലൊന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ രാവിലെ ആണെങ്കിലും എണീച്ച് വന്നിട്ട് ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് ഫസ്റ്റ് ഞാൻ ചെടി നോക്കൂ കേട്ടോ. ചെടീനോട് ഇപ്പോൾ ചെടി ഞാൻ അങ്ങനെ നടുന്നില്ലെങ്കിലും വല്ലാണ്ട് അങ്ങോട്ട് കെയർ ചെയ്ത് അതിനങ്ങനെ പരിപാലിക്കുന്നൊന്നുമില്ല. എന്നാലും
ചെടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര പ്രാന്തായിരുന്നു കേട്ടോ ഒരു സമയത്ത്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഉറക്കത്ത് നമ്മളിപ്പോൾ ഒരു പിന്നെ യൂട്യൂബിൽ തന്നെ ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ വീഡിയോസ് കാണുമ്പം ഓരോരോ വീഡിയോസ് ഈ ചെടികൾ നടുന്നത് ഗാർഡനിങ്ങിൻ്റെ അത് തന്നെ കേട്ടോ കാണുക. എന്നിട്ട് ഓരോ ചെടിക്കും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓര് പറയുമ്പോൾ കിടന്നോടത്തുനിന്ന് രാത്രി തന്നെ ഞാൻ ഉറങ്ങാൻ കിടന്ന അങ്ങനെ ഉറങ്ങാനല്ല കേട്ടോ, അതല്ലാതെ നമ്മൾ വെറുതെ അങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ വീഡിയോസ് കാണുമ്പോൾ അതവിടെ കട്ടാക്കിയിട്ട് ചെടി വന്ന് നോക്കിയിട്ടുണ്ടായിനി കേട്ടോ. ഞാൻ അത്രയ്ക്ക് പ്രാന്തായിരുന്നു. ഇപ്പോഴാണ് പിന്നെ ഞാൻ ഇതിമേലേക്ക് വല്ലാണ്ട് അങ്ങോട്ട് എനിക്ക് ഒരു ഇനിയിപ്പം മതി, ഇനി വീടൊക്കെ ആയിട്ട് നല്ല ഇലച്ചെടികളൊക്കെ വെച്ച് അങ്ങനെ ഇതാക്കാം, ഉള്ളതിനെ നാശാക്കാതെ അങ്ങനെ കൊണ്ടുനടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വെറുതെ അങ്ങനെ വന്നിരുന്നപ്പോൾ എൻ്റെ ചെടി നോക്കിയപ്പോൾ എല്ലാ ചട്ടിയിലും കാട് കയറിയിട്ടുണ്ട് കേട്ടോ. പുല്ല് വളർന്നിട്ടുണ്ട് ചട്ടിയിലൊക്കെ. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങോട്ട് പറിച്ച് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം എല്ലാ ചട്ടിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പറിച്ച് ഒഴിവാക്കി. പിന്നെ ഞാൻ ഒരു ചേതിമെന്ന് നിലത്തേക്ക് എൻ്റെ ഒരു തൂങ്ങുന്ന ചെടീൻ്റെ ഒരു കഷ്ണം വീണിട്ട് അത് നല്ലോണം അങ്ങോട്ട് വളർന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കി ഒരു ചട്ടിയിലുണ്ട്. അപ്പോൾ അത് ഞാൻ തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, താഴെ വെച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് അതിലേക്ക് നട്ടു കൊടുത്തിട്ട് പിന്നെ അതൊന്ന് വേഗം മറ്റേ ചെടികളൊക്കെ തൂക്കിയതിൻ്റെ കൂട്ടത്തിൽ അവിടേക്കൊന്ന് കയറിൽ കെട്ടി തൂക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെന്ന് വെച്ചാൽ പിന്നെ പറയണ്ട കേട്ടോ, ഒരു തോന്നൽ ഇങ്ങോട്ട് വന്നാൽ നമുക്കൊരു ഇളക്കം ഇങ്ങോട്ട് വരുമല്ലോ, ഒരു കാളി വരുന്ന പോലെ ഒരിളക്കം ഒരു തോന്നലും വേണം. ഇന്ന് ഞാൻ അത് ചെയ്തിരിക്കുന്നു അങ്ങോട്ട് വിചാരിച്ചാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ എന്താക്കി അതൊക്കെ നട്ട് കഴിഞ്ഞു. പിന്നെ ചില ചട്ടിയിലൊക്കെ വേറെ ചെടികളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി കുത്തി വെച്ചിട്ട് അതൊക്കെ നല്ലോണം ഒന്ന് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ചെടിച്ചട്ടികളൊക്കെ എടുത്ത് അതിലൊക്കെ മണ്ണൊക്കെ നിറച്ചു. പിന്നെ വേഗം അതൊക്കെ വേറെ വേറെ ചട്ടിയിലേക്കൊക്കെ മാറ്റി നട്ടു. എല്ലാത്തിനും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം എന്നാൽ പിന്നെ എന്തായാലും അത്രയും ചെയ്തല്ലോ. അപ്പോൾ ചേതിമെന്ന് മൊത്തത്തിൽ ചെടികളൊക്കെ താഴേക്ക് ഇറക്കി വെച്ചു. അവിടെയൊക്കെ നല്ലോണം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. എന്നിട്ട് രണ്ടാമത് ചട്ടികളൊക്കെ അവിടെ കയറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ എന്തായാലും പുറത്ത് തന്നെയാണല്ലോ പണി. അപ്പോൾ പിന്നെ വേഗം മുന്നിലെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഇങ്ങോട്ട് കയറാം, എന്നിട്ട് അകത്തത്തെ പണികൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അകത്തത്തെ ഒരു പണികളും എടുത്തിട്ടില്ല. അകത്തത്തെ പണി എടുക്കാൻ വേണ്ടിയിട്ട് അകം ഒന്ന് അടിച്ചു വാരാൻ നിന്നപ്പോഴാണ് ഈ ഒരു തോന്നൽ വന്നത്. അപ്പം അതങ്ങോട്ട് ചെയ്തു. അതുകൊണ്ട് ആ ഒരു കാര്യം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് ചെടിമേലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു വൃത്തിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം അകത്തേക്ക് കയറി മൊത്തത്തിൽ പിന്നെ ബാക്കിയുള്ളത് എല്ലായിടത്തും വൃത്തിയാക്കി ഒന്ന് ഒതുക്കി പെറുക്കി ഒക്കെ ഒന്ന് വെച്ച് മൊത്തം ഒന്ന് അടിച്ചു വാരിയിട്ടു. പിന്നെ വേഗം കേട്ടോ പാത്രം കഴുകുകയാണ്. ഇനി അടുക്കള മുറ്റം അടിക്കാനുണ്ട് കേട്ടോ. അത് പിന്നെ ഞാൻ ലാസ്റ്റ് ഇവിടെ അകമൊക്കെ അടിച്ചു വാരി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളേൻ്റെ മുറ്റം അടിക്കുക. അപ്പം മുന്നിലും സാധാരണ ബേക്ക് വശം അടിക്കുമ്പോൾ അങ്ങനെ മുന്നോട്ട് അടിച്ചു വാരി വരികയാണ് ചെയ്യുക. പക്ഷെ ഇന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ പിന്നെ അങ്ങോട്ട് അടിച്ചു വാരി ഇട്ടു. പിന്നെ വേഗം തുടയ്ക്കലും ബാക്കിയുള്ള എൻ്റെ എല്ലാ പണികളും ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അലക്കലും തുണിയാറിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ ഇക്ക വിളിച്ചത്. ബീഫ് വാങ്ങിയിട്ടുണ്ട്, വണ്ടിയിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്, ഒന്ന് മേലെ പോയി വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വേഗം അതൊക്കെ പോയി അങ്ങോട്ട് വാങ്ങി വന്നു. വേഗം മുറിച്ചതാണ് കേട്ടോ, നല്ല മുറിച്ചിട്ടാണ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാലും അതിൽ കുറച്ചൊന്ന് ചെറിയ പീസാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് ഞാൻ എല്ലാം ഒന്ന് കഴുകി കൊട്ടയിലൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് വേഗം കറി വെക്കുകയാണ്. അപ്പം കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. കുറച്ച് നേരത്തെ ഒക്കെ ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുപ്പിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി കേട്ടോ. കാരണം ഇക്ക എന്നോട് ചോദിച്ചു, നേരത്തെ കൊടുത്ത് വിട്ടില്ലേ, പിന്നെ എന്തിനാ കുക്കറിൽ വെച്ചത്, അടുപ്പത്ത് വെച്ചുകൂടായിരുന്നോ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തു. സാധാരണ ഞാൻ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ബീഫ് വെക്കുക. അപ്പം ഇക്കൊക്കെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുക്കറിൽ അങ്ങോട്ട് ശീലമായിപ്പോയി. പക്ഷെ വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി കേട്ടോ, അടുപ്പത്ത് തന്നെ വെച്ചാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് വെന്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക, കുക്കറിലേക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ ഒരു 2 മണി ഉലുവ, പിന്നെ പൊടികളായിട്ട് എന്താ പറയുക ഒന്ന് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുളകും പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഇറച്ചിയിലിട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി, ബീഫ് മസാല, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും പൊടികളൊക്കെ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കരിയാണ്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തു. ഇനിയിപ്പോൾ ആ നല്ലോണം ചൂടാക്കി വെച്ച പൊടിയൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല കൈകൊണ്ട് അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് എടുക്കുക കേട്ടോ. ഇത് സംഭവം അടുപ്പത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു. ഞാൻ എന്തോ ശ്രദ്ധിക്കാണ്ടായി പോയെന്നുള്ളത് അറിയില്ല, വിസിൽ കൂടിപ്പോയോ
വല്ലാണ്ട് വെന്ത് പായസമായി എന്നല്ല, പക്ഷെ ഇക്കാക്ക് അധികം വേവുന്നത് ഇഷ്ടമല്ല കേട്ടോ. മക്കൾക്കൊക്കെ കഴിക്കാൻ നല്ല സുഖമായിരുന്നു. കാരണം കടിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തൊടുമ്പോഴത്തേക്കും അത് ഇങ്ങോട്ട് മുറിഞ്ഞ് വരുന്നുണ്ടായി. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വെച്ചതായിരുന്നു. പക്ഷെ കുറച്ച് ഒരു ഒരു വേവ് കൂടിയെന്നല്ല, പക്ഷെ ഇക്കാക്ക് അത് ഇങ്ങോട്ട് വേവ് കൂടിയത് ഇന്ന് ഈ പ്രാവശ്യം ഇറച്ചി വെച്ചിട്ട് ഇറച്ചി കഴിച്ചതുപോലെ ആയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു പോലെ എനിക്കും തോന്നി കേട്ടോ. അപ്പോൾ ഞാനും പറഞ്ഞു കുറച്ച് വെന്ത് പോയില്ലേന്ന്. വിസിൽ എത്ര വന്ന് എണ്ണൊന്നും ചെയ്തില്ല, അതങ്ങോട്ട് വന്ന് ഞാനത് ഓഫാക്കി വെച്ചു. പിന്നെ ഞാനത് വൈകുന്നേരമാണ് കേട്ടോ തുറന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാനും നാസിമോനും കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ ആയി, ഇനി സമയം ഒരുപാടായിട്ടുണ്ട്, ഏകദേശം ഒരു 2 മണിയെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വിശക്കുക, കുട്ടിക്കും ചോറ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ചോറുണ്ടായിരുന്നു, നമുക്കുള്ള ചോറുണ്ടായിട്ടോ തിളപ്പിച്ച് ഊറ്റിയതിൽ തന്നെ. അപ്പോൾ തലേ ദിവസത്തെ വെണ്ടക്കക്കറിയും അതുപോലെ രാവിലത്തെ ചപ്പുപ്പേരിയും ഉള്ളി വാട്ടിയതും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാനും നാസിമോനും ചോറ് വെച്ചു. പിന്നെ വേഗം അടുക്കളയൊക്കെ വൃത്തിയാക്കി അതുവരെ ഉണ്ടായിരുന്ന പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി ഒക്കെ വെച്ചു കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ കറി വറവിടാൻ നിന്നത് ഉച്ചക്കത്തേക്ക് പിന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മക്കൾ വന്നപ്പോൾ രാവിലത്തെ പൂരിയും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ വേഗം കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ കൊഴിച്ചിട്ട് നമ്മൾ കറി ഒന്ന് വറവിട്ടെടുക്കുകയാണ്. കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് തന്നെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നുമല്ലോ നല്ല അടിപൊളിയായി എന്നുള്ളത്. പക്ഷേ കഷ്ണം കുറച്ചൊന്നായിട്ട് വെന്ത് പോയി എന്നുള്ളതാണ് കുഴപ്പമുള്ളത്. ഒരു ഒരു എന്താ പറയുക, ഒരു 1/4 വേവ് മതിയായിരുന്നു. ഇത് അത്യാവശ്യം നല്ലൊരു രീതിയിൽ വെന്ത് പോയി. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇക്കാക്ക് അത്ര വേവ് വേണ്ടായിരുന്നു എന്നുള്ള ആ ഒരു അഭിപ്രായം അങ്ങോട്ട് വന്നു പോയിട്ട് എന്നോട് ചോദിക്കുക വീണ്ടും വീണ്ടും അടുപ്പത്ത് വെച്ചാൽ പോരായിരുന്നോ എന്നുള്ളത്. പിന്നെ എനിക്കും തോന്നിയിട്ട് അടുപ്പത്ത് അങ്ങോട്ട് വെച്ചാൽ മതിയായിരുന്നു, കുക്കറിൽ ഇടണ്ടില്ലേനു എന്നൊക്കെ തോന്നി. എന്തായാലും ഞാൻ കറിയൊക്കെ ഒന്ന് വറവിട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പം ചത്ത കുട്ടീൻ്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്നല്ല പറയുക. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പൂതിയോടുകൂടെ വാങ്ങിയതേന് കേട്ടോ ബീഫ്. ഞാൻ അതിൻ്റെ 2 ദിവസം മുന്നേ പറഞ്ഞിരുന്നു ബീഫ് വാങ്ങാൻ പൂതിയാകുന്നുണ്ട് എന്നുള്ളത്. വാങ്ങാൻ പൂതിയാകുന്നുണ്ട് എന്നല്ല, കഴിക്കാൻ തോന്നുന്നുണ്ട്, വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ നല്ല അടിപൊളിയാക്കി വെച്ചത്. എന്തായാലും വിസിൽ നമ്മളെ പറ്റിച്ചു. വിസിൽ പറ്റിച്ചതല്ല, ഞാൻ ശ്രദ്ധിക്കാണ്ടായി പോയതാണ് കേട്ടോ എത്ര വിസിലായി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വറവിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചോറ് പിന്നെ വെക്കണം. ചോറ് പിന്നെ എന്താ പറയുക, രാവിലെ നമുക്ക് തിളപ്പിച്ചൂറ്റിയത് ഉണ്ടായിരുന്നല്ലോ എനിക്ക് നാസിമോൻക്ക്. അപ്പോൾ ബീഫും കൂടെ വാങ്ങിയപ്പോൾ ഞാൻ പിന്നെ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. കുറേ ആയി തേങ്ങാച്ചോറ് വെച്ചിട്ട്. കുട്ടികൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മച്ചി ഉണ്ടാക്കിയിരുന്നല്ലോ, ഇപ്പം എന്താ ഉണ്ടാക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം തേങ്ങാച്ചോറ് വെക്കുകയാണ്. കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ പെരുംജീരകം, തേങ്ങ, ഉള്ളി, ഏലക്കായ്, പട്ട, ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ടൊന്ന് വാട്ടുക. തേങ്ങ ഞാൻ എണ്ണയിൽ തന്നെ വാട്ടിയെടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കുക. ചില സ്ഥലത്ത് നാടുഭാഗത്തൊക്കെ മഞ്ഞൾപ്പൊടി ഇടാണ്ട് ചെറിയുള്ളിയും തേങ്ങയൊക്കെ ഇട്ടിട്ട് വെള്ള കളറിൽ വെക്കുന്ന കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ വെക്കുക. നമ്മൾ അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ചോറ് വെക്കുമ്പോൾ തന്നെ 9 മണി ആയിട്ടുണ്ടായിരുന്നു. ഇക്കാനെ കാത്ത് നിന്നിട്ടുണ്ടായിട്ടോ. തേങ്ങ തറവാട്ടിൽ നിന്ന് കിട്ടി. ഒരു തേങ്ങ ഞാൻ അനിയൻ്റെ ഓളോട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊളിക്കാൻ എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ തേങ്ങ പൊളിക്കാൻ അറിയില്ല. പാരയിൽ അറിയും, അല്ലാതെ കത്തിയും കൊണ്ട് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ തറവാട്ടത്തെ പാര പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇക്ക വന്നിട്ട് പൊളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുന്ന് വെച്ച് കാത്ത് നിന്ന് അങ്ങനെ നേരം വൈകിയതാണ് കേട്ടോ. പിന്നെ ഇക്കാക്ക് ഒന്ന് വേഗം ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു തിരക്ക് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് എങ്ങനെയൊക്കെയോ ഞാൻ അതിൻ്റെ നടുവൊക്കെ പൊട്ടിച്ചെടുത്ത് എന്തായാലും ചോറ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ നാഫിമോന് മദ്രസയിൽ പരീക്ഷയാണല്ലോ, അപ്പോൾ ഓരോന്ന് പഠിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടും പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാട്ടോ കറിയും ആയിട്ടുണ്ട്, എല്ലാം ചോറും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക എത്തിയിട്ടില്ല. ഞാൻ മക്കൾക്ക് ചോറ് കൊടുത്ത്, സമയം ഓർക്ക് മദ്രസ പോകേണ്ടതല്ലേ, അപ്പോൾ നേരം വൈകണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഓർക്കുള്ള ചോറൊക്കെ കൊടുത്ത് ആയിട്ടുകൾ കിടന്നിട്ടുണ്ട് കേട്ടോ. ഇക്ക വരുമ്പോൾ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വരാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ രണ്ടാളും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഞാൻ ഇറച്ചി ഒന്ന് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നെയ്യ് കിട്ടിയ പോലെ ആവുമല്ലോ, ബീഫല്ലേ. പിന്നെ ഇക്കാക്ക് എന്തായാലും വന്നാൽ കട്ടൻ ചായ നിർബന്ധമാണ്. അപ്പം കട്ടൻ ചായയും വെച്ചിട്ടുണ്ട്, അതുപോലെ കറി ഒന്ന് ചൂടാക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. വന്ന പാടന്നെ കഴിച്ച് നോക്കിയിട്ട് ഇത് തന്നെയാണ് കേട്ടോ. കഴിക്കുമ്പോഴും എന്നോട് ഇങ്ങനെ പറയാണ് കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഇതിൻ്റെ മുന്നേ എടുത്ത് വെക്കുന്ന വീഡിയോസ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെന്തോ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവിടെ തന്നെ അങ്ങോട്ട് ഇരുന്ന് ചോറുന്നു കേട്ടോ. എപ്പോഴും ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് ഇവിടെ തന്നെ അങ്ങോട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.